നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്ന ആസാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടർക്കി ടെമ്പിളാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എന്നിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഇവിടെ ആസാമിൽ എഴുതി വെച്ചേക്കുന്നത് എന്തായിരുന്നു അമ്പലത്തിൻ്റെ പേര്? ഈ അമ്പലത്തിൻ്റെ പേര് നാഗ് ശങ്കർ എന്നാണ്. ശിവൻ്റെ ശങ്കർ. അത് ശിവൻ്റെ അമ്പലമാണ്. വിളക്കൊക്കെ കത്തിച്ചു. അതിന് ശേഷം ഇവിടെ ഇതിനകത്താണ് ശിവൻ്റെ വിഗ്രഹങ്ങളൊക്കെ. അമ്പലത്തിനകത്ത് എടുക്കത്തില്ല, അതുകൊണ്ട് പിന്നെ നമ്മളെടുത്തില്ല. പിന്നെ നല്ലൊരു കുളം മാതിരി ഉണ്ടായിരുന്നു, അതിനകത്ത് ശിവലിംഗമുണ്ട്. നമ്മളവിടെ തന്നെ തേങ്ങയൊക്കെ അടിച്ചു. ഇനി വേറെ ഇത് അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇതിവിടുത്തെ ബ്രഹ്മ ഇതടിച്ചൊക്കെയാണ് ആരതിയിൽ വൈകിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ നാമം ചോദിക്കത്തില്ല. അപ്പോൾ ഇതടിച്ചാൽ ചെയ്യുന്നത് വലിയൊരു ഇതാണ്. इधर अंदर का भोग होने के बाद दिन में जब वहाँ प्रसाद भोग लग जाता है तो उसके बाद ये हो जाता है। तो इसका बाद यात्रियों को प्रसाद खाने का अलाव हो जाता है। इसे आवाज से सब सारे करते हैं। हाँ, रेडी हो गया प्रसाद। ओके, ये भी है और नियम भी है। पूजा होने के बाद ये बजाना है। ओके, ഇത് ഇവിടെ ആമയുടെ കുളമുണ്ട്. ആ കുളത്തിൽ ആമയ്ക്ക് കൊടുക്കാനായിട്ട് മേടിച്ചതാണ് ഉണക്കമീൻ. ഉണക്കമീനും പഴവുമാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഉണക്കമീനാണ് മേടിച്ചത്. ഈ അമ്പലത്തിലെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കുളം. ഈ കുളത്തിൽ ആമകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നല്ല വലിയ വലിയ ആമകൾ. അപ്പോൾ ആമയ്ക്കൂടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആമയ്ക്ക് വേണ്ടിയാണ് മീൻ വാങ്ങിച്ചത്. അവരിവിടെ തിരുമേനി തന്നെ പറഞ്ഞത്. നമുക്കത് കണ്ടാലോ? വാ. നിറച്ച് ഞങ്ങൾ ഇപ്പോൾ അതിന് ഭക്ഷണം കൊടുത്തപ്പോൾ അത് അടുത്തടുത്ത് വന്നു. അതിൻ്റെ തലയൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട്. ഇങ്ങനെ വരച്ച മാതിരിയൊക്കെ. ശരിയാ, ചിലത് പാമ്പിൻ്റെ കൂട്ട് തോന്നല്ലേ?
അപ്പം ഇതിൽ നിറച്ച ഈ ആമകളാണ് ടർട്ടിൽ ടെമ്പിൾ അല്ലേ. വലിയ മീനുകളും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ മീനെ ഒന്നും പിടിക്കുന്നില്ല കേട്ടോ, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അതെടുക്കുന്നത്. ചെറുതിനെയൊക്കെ പിടിക്കുമായിരിക്കും അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ അമ്പലത്തിലെ കാഴ്ചകൾ. അപ്പം ശരി, ഓക്കെ. കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്കൂടുണ്ട് കേട്ടോ. ഒരു ചെറിയ ആന, ഒരു റീനോ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, അതൊക്കെയുണ്ട്. ഞങ്ങൾക്ക് ഈ സാറൊരു വാള തന്നു കേട്ടോ. കയ്യാ കയറുന്ന തേങ്ങ മുറിക്കാനല്ലിത്, ഇത് ശത്രുക്കളെ നേരിടുന്നതാ. സാറ് വാ. ഒറ്റ കുത്ത്. അപ്പം ഇത് കണ്ടിട്ട് അവൻ ഓടത്തില്ലേ, ഇതങ്ങ് കളഞ്ഞെന്ന് വെച്ചോ. ഞാനപ്പോ ഇതിങ്ങനെ വെച്ചു, നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവന് നീളം പോരാ. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യും. ഓ അത് ശരി. അല്ല, ഇത് കണ്ട് നാട്ടില് ആരും വിചാരിക്കല്ലേ പ്ലാവേന്ന് ആടിന് കൊടുക്കാൻ പ്ലാവല ഇത് സാറ് ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലേ, അപ്പൊ സാർ ഒരു സേഫ്റ്റിക്ക് വെച്ചേക്കോ കേട്ടോ. കൊള്ളാം, അടിപൊളി.